രാധേ, ഹോർമോണുകളെക്കുറിച്ച് പഠിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. സസ്യങ്ങളിലും ഇതുപോലെയുള്ള കാര്യങ്ങളുണ്ടോ? തീർച്ചയായും ഉണ്ട് രാജു. സസ്യങ്ങളുടെ വളർച്ചയെ നിയന്ത്രിക്കുന്നത് സസ്യഹോർമോണുകളാണ്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതേതാണ്? ഓക്സിനാണ്. ഹോളണ്ടിലെ സസ്യശാസ്ത്രജ്ഞനായ FW വെന്റ് ഓട്സ് ചെടിയിൽ ഇത് കണ്ടെത്തി. അദ്ദേഹം ഓട്സ് ചെടിയുടെ ബീജശീർഷാഗ്രം ഒരു അകർക്കട്ടയിൽ വെച്ചു. എന്നിട്ട് ആ കട്ട മുറിച്ച ഭാഗത്ത് വെച്ചപ്പോൾ ചെടി വളർന്നു. ബീജശീർഷാഗ്രത്തിൽ നിന്നും അകരിലേക്കെത്തിയ രാസവസ്തുവാണ് ഓക്സിൻ. ഓക്സിൻ പ്രകാശമനുസരിച്ച് ചെടിയെ വളയാൻ സഹായിക്കുന്നതെങ്ങനെയാണ്? ഓക്സിനുകൾക്ക് പ്രകാശത്തിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള പ്രവണതയുണ്ട്. ഒരു വശത്തുനിന്ന് മാത്രം പ്രകാശം കിട്ടുമ്പോൾ ഓക്സിൻ കാണ്ഡത്തിന്റെ നിഴൽ വശത്തേക്ക് നീങ്ങും. അവിടെ ഓക്സിൻ കൂടിയതുകൊണ്ട് ആ ഭാഗത്തെ കോശങ്ങൾ ദീർഘിക്കും. അങ്ങനെ കാണ്ഡം പ്രകാശമുള്ള വശത്തേക്ക് വളയും. മറ്റു സസ്യഹോർമോണുകൾ ഏതൊക്കെയാണ്? വിത്തുകളുടെ സുപ്താവസ്ഥ ഇല്ലാതാക്കി വളർച്ചയെ ഉത്തേജിപ്പിക്കുന്ന ജിബ്ബറിലിഡുകളുണ്ട്. കോശവിഭജനത്തെ പ്രോത്സാഹിപ്പിക്കുന്നവയാണ് സൈറ്റോകിനിനുകൾ. ഇലകളും പഴങ്ങളും പഴുക്കാൻ സഹായിക്കുന്നത് എഥിലീനാണ്. എന്നാൽ പ്രതികൂല സാഹചര്യങ്ങളിൽ വളർച്ച തടസ്സപ്പെടുത്തുന്ന ഹോർമോൺ അബ്സിസിക് ആസിഡ് ABA ആണ്. ഇത് വിത്തുകളുടെ സുപ്താവസ്ഥ നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും. ഹോർമോണുകൾ എല്ലാ കോശങ്ങളിലും പ്രവർത്തിക്കുമോ? ഇല്ല രാജു, ഒരു ഹോർമോൺ പ്രവർത്തിക്കുന്ന കോശങ്ങളെ ലക്ഷ്യകോശം ടാർഗറ്റ് സെൽ എന്ന് വിളിക്കുന്നു. ലക്ഷ്യകോശങ്ങളിൽ മാത്രം പ്രവർത്തിക്കാൻ എന്താണ് കാരണം? ഓരോ ഹോർമോണിനും അതിന്റേതായ റിസപ്റ്ററുകൾ ലക്ഷ്യകോശങ്ങളിൽ ഉണ്ടാകും. ഹോർമോണും റിസപ്റ്ററും ചേരുമ്പോഴുണ്ടാകുന്ന ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സാണ് കോശത്തിനുള്ളിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. ജന്തുക്കളിൽ ഈ ഹോർമോണുകൾ രക്തത്തിലൂടെയാണ് ലക്ഷ്യകോശങ്ങളിൽ എത്തുന്നത്. എങ്കിൽ മനുഷ്യശരീരത്തിലെ മെറ്റാബോളിസത്തെ നിയന്ത്രിക്കുന്നത് ഏത് ഗ്രന്ഥിയാണ്? കഴുത്തിലുള്ള തൈറോയിഡ് ഗ്രന്ഥിയാണ് മുഖ്യമായി ഇത് ചെയ്യുന്നത്. തൈറോയിഡ് ഗ്രന്ഥിയിലെ ഫോളിക്കുലാർ കോശങ്ങൾ തൈറോക്സിനും പാരാഫോളിക്കുലാർ കോശങ്ങൾ കാൽസിറ്റോളിനും ഉൽപ്പാദിപ്പിക്കുന്നു. തൈറോക്സിന്റെ പ്രധാന ജോലി എന്താണ്? മെറ്റാബോളിസത്തെയും ശരീരോഷ്മാവിനെയും നിയന്ത്രിക്കുന്നതിൽ തൈറോക്സിന് വലിയ പങ്കുണ്ട്. കുട്ടികളുടെ മസ്തിഷ്ക വികാസത്തിന് ഇത് അത്യാവശ്യമാണ്. തൈറോക്സിൻ കൂടിയാൽ ഹൈപ്പർ തൈറോയിഡിസം, ഭാരക്കുറവും ഹൃദയമിടിപ്പ് കൂടലും ഉണ്ടാവാം. കുറഞ്ഞാൽ ഹൈപ്പോതൈറോയിഡിസം, ഭാരം കൂടുകയും ക്ഷീണവും ഉണ്ടാവാം. അയഡിന്റെ കുറവ് കാരണം തൈറോയിഡ് ഗ്രന്ഥി വീങ്ങുന്ന രോഗമാണ് ഗോയിറ്റർ. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് 9-11 mg/dL എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്? അത് കാൽസിറ്റോണിനും പാരാഥോർമോണും ചേർന്നാണ്. രക്തത്തിൽ കാൽസ്യം കൂടിയാൽ കാൽസിറ്റോണിൻ പ്രവർത്തിച്ച് അത് അസ്ഥിയിൽ നിന്ന് രക്തത്തിൽ കലരുന്നത് തടയുന്നു. കാൽസ്യം കുറഞ്ഞാൽ പാരാഥോർമോൺ പ്രവർത്തിച്ച് അത് അസ്ഥിയിൽ നിന്ന് രക്തത്തിലേക്ക് എത്തിക്കും. രക്തത്തിലെ ഗ്ലൂക്കോസ് നില നിയന്ത്രിക്കുന്നതോ? അത് പാൻക്രിയാസ് ഗ്രന്ഥിയാണ്. പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങൾ ഇൻസുലിനും ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോണും ഉണ്ടാക്കുന്നു. ഇൻസുലിൻ എപ്പോഴാണ് പ്രവർത്തിക്കുക? ഭക്ഷണം കഴിക്കുമ്പോൾ ഗ്ലൂക്കോസ് നില കൂടുമ്പോൾ 100 mg/dL കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ച് ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിച്ചും കരളിനെ ഗ്ലൈക്കോജനായി മാറ്റാൻ സഹായിച്ചും ഗ്ലൂക്കോസ് കുറയ്ക്കുന്നു. അപ്പോൾ ഗ്ലൂക്കോസ് കുറഞ്ഞാലോ? അപ്പോൾ ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിച്ച് കരളിനെ ഗ്ലൈക്കോജൻ, അമിനോ ആസിഡ് എന്നിവയെ തിരിച്ച് ഗ്ലൂക്കോസായി മാറ്റാൻ പ്രേരിപ്പിക്കും. അങ്ങനെ ഗ്ലൂക്കോസ് നില സാധാരണ നിലയിലേക്ക് ആക്കും. ഇൻസുലിൻ ശരിയായി പ്രവർത്തിക്കാത്തത് കാരണമാണോ പ്രമേഹമുണ്ടാകുന്നത്? അതെ, രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് ശരാശരിയിൽ ഉയരുന്ന രോഗമാണിത്. ഇൻസുലിൻ ഉൽപ്പാദനം ഇല്ലാതാകുന്നത് ടൈപ്പ് 1 പ്രമേഹവും ഇൻസുലിന്റെ പ്രവർത്തനക്ഷമത കുറയുന്നത് ടൈപ്പ് 2 പ്രമേഹവും ഉണ്ടാക്കാം. അത്യാഹിത ഘട്ടങ്ങളിൽ സഹായിക്കുന്ന ഹോർമോണുകളുണ്ടോ? ഉണ്ട്. വൃക്കയുടെ മുകളിലുള്ള അഡ്രിനൽ ഗ്രന്ഥിയിലെ മെഡുല ഹോർമോണുകളായ എപ്പിനെഫ്രിൻ, അഡ്രിനാലിൻ, നോറെപ്പിനെഫ്രിൻ എന്നിവയാണ്. ഇവ ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും കൂട്ടി ശരീരത്തെ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ സഹായിക്കുന്നു. ഉറക്കത്തെ നിയന്ത്രിക്കുന്ന ഹോർമോണോ? മസ്തിഷ്കത്തിലെ പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മെലാട്ടോണിനാണ്. ഈ ഗ്രന്ഥിയെ ജൈവ ഘടികാരം ബയോളജിക്കൽ ക്ലോക്ക് എന്നും വിളിക്കാറുണ്ട്. എല്ലാ ഹോർമോൺ ഉൽപ്പാദനത്തെയും നിയന്ത്രിക്കുന്ന മുഖ്യ നിയന്ത്രണ കേന്ദ്രമേതാണ്? അത് ഹൈപ്പോതലാമസാണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട് മറ്റു ഗ്രന്ഥികളുടെയെല്ലാം പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന റിലീസിംഗ് ഹോർമോണുകളും ഇൻഹിബിറ്ററി ഹോർമോണുകളുമാണ്.